ഹലോ കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫുഡീസ് ഇപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റോട്ടിൽ കോതകുറിശി കഴിഞ്ഞിട്ട് കിഴു റോഡ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടതുഭാഗത്ത് ഹോട്ടൽ ആഷിക്കിന് മുമ്പിലാണ്. ഇന്നിപ്പോൾ ഇവിടെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഒരു നാടൻ രുചി, നാടൻ ടേസ്റ്റ്, നാടൻ വിഭവങ്ങൾ, അതാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അടാറ് രുചിയായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോട്ടലിൻ്റെ എൻട്രൻസ് തന്നെ കിച്ചൺ ഒരുക്കിയിരിക്കുന്നതാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് കുക്ക് ചെയ്ത് ലൈവായി ഫ്രഷായിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ഇവരുടെ വലിയൊരു പ്ലസ് പോയിൻ്റ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നേരിൽ കാണുകയും ചെയ്യാം. ചിക്കൻ്റെ ഐറ്റംസ് ആയാലും ശരി, മറ്റേ പൊറോട്ടയും ദോശയും എല്ലാം എൻട്രൻസിൽ തന്നെയാണ് കിച്ചൺ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനല്ലേ വിജയത്തിൻ്റെ രഹസ്യം. എല്ലാം ഫ്രഷായി ലൈവായി കസ്റ്റമർ മുമ്പിൽ തന്നെ ഉണ്ടാക്കുക. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെയാണ്. വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന പൊറോട്ടക്കുണ്ടല്ലോ, അയ്യ എല്ലാവിധ എണ്ണക്കടികളും ഉണ്ട് ഇവിടെ. എല്ലാം ഫ്രഷ് ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ പള്ളാന്ന് വെച്ചിട്ടുണ്ടോ, എന്താ ടേസ്റ്റ്. ചെറുതായിട്ടൊരു ചാറ്റൽ മഴ സമയത്ത് ഒരു കയ്യിലൊരു കട്ടൻ ചായയും മറ്റേ കയ്യിലൊരു കടിയും എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? ഇവിടുത്തെ ഷെഫ് ചേട്ടൻ നല്ല അടിപൊളി മാസാണ് കേട്ടോ. എന്തൊക്കെ ഇപ്പോൾ തട്ടിക്കൂട്ടുണ്ട്. ബീഫിന് എന്തോ ഫ്രൈ ആണ് കേട്ടോ, ബീഫും പൊറോട്ടയും ഒക്കെ ലൈവ് ഫ്രഷ് സാധനം. പൊറോട്ട അടിക്കുന്നത് 2-3 ബായ്മാരാണ്. എന്താണ്ടോ പട്ടേന്ന് അടിച്ചുണ്ടാക്കുന്നത്. ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വീഡിയോ എടുക്കണ്ടപ്പോൾ നമ്മളെ ചേട്ടൻ എന്ത് ചെയ്തു, ഈ അവിടെ നിൽക്കടാ മുത്തേ, എനിക്ക് ഞാൻ ഒരു ഇടിവെട്ട് സാധനം ഇപ്പം ഉണ്ടാക്കി കാണിച്ചു തരാൻ വന്നിട്ട് ആൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. മുത്തുമണിയെ ലേശം അങ്ങോട്ട് മാറുന്നതെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. അയ്യവാ, പൊളി ആ മെയ് വഴക്കം കണ്ടത് ഉണ്ടാക്കണത് അതൊക്കെ തന്നെ ഒരു കഴിവാണേ. ടേസ്റ്റ് എന്നുള്ളത് ഇത് ഉണ്ടാക്കണ ആളുടെ കയ്യുമ്പിലാണ് ഉള്ളത്. ഒരു ഗ്രേവി ഉണ്ടാക്കണ്ടോ, പൊളി. ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് ചിക്കൻ ബരിയാണ് കേട്ടോ. എന്താ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ ഒരു ചന്തതൊന്നുമില്ല നിങ്ങൾക്ക്. സൂപ്പർ വെറൈറ്റി ടേസ്റ്റ്. സൂപ്പറല്ലേ? ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. ഇങ്ങനെ തൊടുക, ഇങ്ങനെ എടുക്കുക ലൈറ്റായിട്ട്. സൂപ്പറല്ലേ? പൊളി സൂപ്പർ. ചെങ്ങാതി ഇതിൻ്റെ പീസ് എടുക്കാൻ കിട്ടണില്ലേ, ക്വാണ്ടിറ്റി പറയാൻ പറ്റില്ല. ഞാൻ ഇതെല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞാലേ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടു. അങ്ങനെ ഓരോന്നായിട്ട്
എന്തൊക്കെ ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റ്, ഒരു 2 പൊറോട്ട, പിന്നെ ബീഫ് റോസ്റ്റ്, ബീഫിൻ്റെ വാരിയൽ, ഒരു ചിക്കൻ്റെ ഗ്രേവി, ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത്. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. പത്തിരി ഓർഡർ ചെയ്തു കേട്ടോ. പത്തിരി എൻ്റെ ചെറിയ മകൻ കഴിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഒരു 3 പത്തിരി വാങ്ങി. ഇത് പൊറോട്ടയ്ക്കുള്ള ചിക്കൻ്റെ ഗ്രേവി. വാ, ചിക്കൻ റോസ്റ്റ്. അങ്ങനെ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ്. ഇതാണ് മക്കളെ ബീഫിൻ്റെ വാരിയൽ. പൊളി സാധനമാണത്. ബീഫ് റോസ്റ്റ്. വാ, അവന് പത്തിരിയാണ് കൊടുക്കണേ. ഇതുവരെ അവൻ പത്തിരി കഴിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഗ്രേവി എന്താ വേണ്ടത്? ബീഫ് വേണോ ചിക്കനോ? ഇത് ചിക്കൻ മതി. ചിക്കൻ്റെ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് എടുത്തോ. ഇതിങ്ങനെ പതുക്കെ എടുക്കുക, എന്നിട്ട് ആ പത്തിരി മൂളിക്ക് ഇങ്ങനെ ഗ്രേവിയോട് കൂടി ഇങ്ങനെ വെക്കുക. വാ, സൂപ്പറല്ലേ. നമ്മുടെ അടുത്ത സാധനം എത്തിട്ടോ, ചിക്കൻ കൊണ്ടാട്ടം. ഞാൻ എന്തായാലും ഒരു പൊറോട്ട എടുക്കാൻ പോകണമെങ്കിൽ പൊറോട്ടയും ബീഫ് റോസ്റ്റും. അതിങ്ങനെ പൊറോട്ട എടുത്തിട്ട് ഇങ്ങനെ വിരുത്തി വയ്ക്കുക. അതിലേക്ക് ബീഫ് ഇങ്ങനെ എടുക്കുക, ബീഫിൻ്റെ റോസ്റ്റ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് പൊറോട്ടയുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് ആ ബീഫിലിങ്ങനെ എടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണത്തിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വെച്ച വായലക്കൂടെ കപ്പലോടും. ഞാൻ അടുത്ത ഒരു പത്തിരിയും ബീഫിൻ്റെ വാരിയലും കൂടി എടുക്കാൻ പോണേ. ഇതിപ്പോൾ എല്ലാം കൂടി കഴിച്ച് നമുക്ക് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഗ്രേവി മാത്രം എടുക്കണേ. ഗ്രേവി മാത്രം എടുത്തിട്ട് പത്തിരിയുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക. വാ, അതിൻ്റെ ആ ഗ്രേവിക്ക് തന്നെ അതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതും ആ ക്യാപ്സിക്കം ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് പൊറോട്ട പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കഷ്ണം എടുക്കുക. അതിൻ്റെ മസാലയിൽ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ട് പൂശ. അതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. ഞാനതും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാം കൂടെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഞാനൊരു 2-3 പീസ് മാത്രം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. ഈ സംഭവം ഉണ്ടല്ലോ സൂപ്പറാണ്. ബീഫ് റോസ്റ്റിനെക്കാളും ടേസ്റ്റ് കൂടി ഇതാ. അങ്ങനെ അരങ്ങി ഞാൻ മക്കൾക്ക് ഒഴിവാക്കി കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് പോകാം കേട്ടോ. അവർ പൂശാൻ തുടങ്ങി. എന്താ ചിക്കൻ കൊണ്ടാട്ടത്തിന് ഇരിക്കുന്ന സ്റ്റൈൽ ഉണ്ടോ, സാധനം പൊളി സാധനം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് വാങ്ങി, ബീഫ് റോസ്റ്റ് വാങ്ങി, ബീഫിൻ്റെ വാരിയൽ വാങ്ങി, ചിക്കൻ്റെ കൊണ്ടാട്ടം വാങ്ങി. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് എന്താ ചിക്കൻ കൊണ്ടാട്ടം. പൊളി സാധനമാണത്, സമ്മതിച്ചു കൊടുത്തിരിക്കണം. വെറൈറ്റി ടേസ്റ്റ്. നല്ല എരിവും അതിൻ്റെ ഒരു ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടേ അതൊരു പറയാനത് വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും ടേസ്റ്റാണ്. ആരെങ്കിലും ഇവിടെ ഈ ഭാഗത്തു കൂടെ വരണമെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ആയിരുന്നു വരുന്നത്. ഒറ്റപ്പാലം കഴിഞ്ഞ് കോതക്കുറിശി കഴിഞ്ഞ് അടുത്തത് കിഴൂർ റോഡുണ്ട്. കിഴൂർ റോഡ് ഈക്കോ ടൂറിസം ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞത് ഇടത് ഭാഗത്ത് ഹോട്ടൽ ആഷിക്ക്. അപ്പൊ ഈ ഭാഗത്ത് കൂടെ വരുന്ന ചെറുപ്പത്തിൽ ഓണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടെ കയറുക. അടിപൊളി ടേസ്റ്റ് ആണ്, വെറൈറ്റി ആണ്, ടേസ്റ്റ് ചെയ്യുക.